ഹലോ നമസ്കാരം മിനി റീഡിംഗിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ തമ്മിലത്തെ ആദ്യത്തെ ചിത്രമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. ഓക്കെ, ഓക്കെ. അപ്പോൾ ഇവിടെ നിങ്ങളോട് എന്താ പറയണമെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ലക്ഷ്യം ഉണ്ട്. ആ ലക്ഷ്യത്തിലേക്കായിട്ട് നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ സ്വയമേ പരിശ്രമിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ ആയിട്ടൊരു വഴി കണ്ടെത്തിയിട്ട് നിങ്ങൾ അതിലൂടെ ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചെടുക്കുന്നു, നിങ്ങളുടേതായ കുറേ എന്താ പറയണ്ടേ ശ്രമങ്ങൾ നടത്തുന്നു. അങ്ങനെ നിങ്ങൾ ഇങ്ങനെ വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്. നിങ്ങളോട് എന്താ പറയണമെന്ന് വെച്ചാൽ ഈ ഒറ്റയ്ക്കുള്ള പരിശ്രമം അവസാനിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട്. ഓക്കെ, കാരണം നിങ്ങളുടെ ലൈഫിൽ തന്നെ ഏതൊരു മേഖലയിലാണോ നിങ്ങൾ ഈ ലക്ഷ്യം ഉള്ളത്, ആ മേഖലയിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള, നിങ്ങളെക്കാളും മുതിർന്ന ഒരു വ്യക്തി, കൂടുതൽ അനുഭവങ്ങളുള്ള, ജീവിതാനുഭവങ്ങളുണ്ട്, ആ മേഖലയിൽ ഒരുപാട് അനുഭവങ്ങൾ നേടിയിട്ടുള്ള ഒരാളുണ്ട്, നിങ്ങൾക്ക് ഗുരുവായിട്ട് കണക്കാക്കാൻ പറ്റുന്ന ഒരാൾ. ഓക്കെ, ഈ വ്യക്തിയുടെ സഹായം, അവരുടെ ഉപദേശം തേടുന്നത്, അവരുടെ ഗൈഡൻസ് തേടുന്നത്, മാർഗനിർദ്ദേശങ്ങൾ തേടുന്നത് ആണ് ഇന്നത്തെ സ്റ്റെപ്പ്. അപ്പൊ ഇത്രയും നാൾ നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ പഠിച്ചു, നിങ്ങളുടെ സ്കിൽസ് ഒക്കെ നിങ്ങൾ ഡെവലപ്പ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങളുടെ ഹീലിംഗ് ചെയ്തു. ഓക്കെ, നിങ്ങളുടെ ഇന്നർ വർക്കുകളൊക്കെ നിങ്ങൾ ചെയ്തു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ മെന്റർ, ഈ ഗുരുവിനെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് അവരുമായിട്ടുള്ള സംഭാഷണത്തിലൂടെ മുന്നോട്ട് പോകേണ്ട പാത. ഓക്കെ, മുന്നോട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, എങ്ങനെയൊക്കെ മുന്നോട്ട് പോകണം എന്നുള്ള ഗൈഡൻസ് സ്വീകരിക്കുക, അത് ഫോളോ ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. കാരണം എന്തുകൊണ്ടാണ് ഈ ഒരു മാറ്റം വേണമെന്ന് പറയുന്നത് വെച്ചാൽ, എന്നാലാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം എന്താണോ അതിനെ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യമാക്കി മാറ്റാൻ പറ്റുള്ളൂ. നിങ്ങൾ ഒറ്റയ്ക്ക് പരിശ്രമിച്ചാൽ ലഭിക്കില്ല എന്നല്ല, പക്ഷെ അതിന് ഒരുപാട് കാലം നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും. അത്രയും കാലം കാത്തിരുന്ന് കഷ്ടപ്പെട്ടിട്ട് നേടേണ്ട ഈ ഒരു ആഗ്രഹം സഫലീകരിക്കേണ്ട ഒരാളല്ല നിങ്ങൾ. അത്രയും കഷ്ടപ്പാടിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ട ആവശ്യമില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഈ ഒരു വ്യക്തിയുടെ സഹായം തേടിക്കഴിഞ്ഞാൽ, ഓക്കെ, ഈ ഒരു വ്യക്തി നിങ്ങളെ അവരുമായിട്ട് ഒരുപക്ഷെ വീണ്ടും അവരെ കണ്ടുമുട്ടാനും അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അവരുടെ ആ ഒരു ഉപദേശങ്ങളും അവരുടെ ഗൈഡൻസസും മാർഗനിർദ്ദേശങ്ങളും തേടി അതിനനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ പ്രതീക്ഷിച്ചതിന് വേഗത്തിൽ എത്താനായിട്ട് സാധ്യമാകും. അതുകൊണ്ടാണ് നിങ്ങളോട് ഒറ്റയ്ക്കുള്ള പരിശ്രമം വിട്ട് ഈ വ്യക്തിയുടെ സഹായം തേടാനായിട്ട് പറയുന്നത്. അതൊട്ടും നിങ്ങളുടെ പ്രാപ്തി കുറവായിട്ടോ നിങ്ങളുടെ ഒരു വീക്ക്നെസ് ആയിട്ടോ കാണാൻ പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പാടിലൂടെ കടന്നു പോകുന്നതിന്റെ ആവശ്യമില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ അതിനും വളരെ നല്ല കാര്യങ്ങളാണ്, ഒരു ബെറ്റർ ട്രീറ്റ്മെന്റ് ആണ് നിങ്ങൾ എന്താ പറയണ്ടേ ഡിസേർവ് ചെയ്യുന്നത്, അർഹിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് നിങ്ങൾ എത്രയും പെട്ടെന്ന് എത്തിച്ചേരണം എന്നാണ് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളോട് ഇങ്ങനെ ഈ ഒരു മെന്ററിനെ കണ്ടെത്തിയിട്ട്, അത് കണ്ടെത്തുക മീൻസ് അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്, അവരുമായിട്ടൊരു കോൺവെർസേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഒരു ഇന്ററാക്ഷൻ, അവരെ വീണ്ടും കണ്ടുമുട്ടുക അതിനൊരു സാധ്യത ഉണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോൾ അവിടെ ഇവരുമായിട്ട് നിങ്ങൾ സംസാരിക്കുക, അവരുടെ ഉപദേശങ്ങൾ നിങ്ങൾ സ്വീകരിക്കുക, അവരിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് പുതിയ അറിവുകൾ കിട്ടുന്ന പറയണത്. അത് നിങ്ങൾ ഫോളോ ചെയ്ത് മുന്നോട്ട് പോയാൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ നേടിയെടുക്കുന്നതാണ്. അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് മൈ ഡിയർ ഗ്രൂപ്പ് 1. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ഈ ഒരു വിഷയത്തിൽ ലഭിച്ചെന്ന് വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് സെക്ഷനിൽ അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനും കമന്റ്സിലും നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാ നന്മകളും നേരാണ്. താങ്ക് യു. ഹലോ മൈ ഡിയർ ഗ്രൂപ്പ് 2. അപ്പോൾ നിങ്ങൾ തമ്മിലത്തെ രണ്ടാമത്തെ ചിത്രമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. അപ്പം നമുക്ക് നോക്കാം എന്താണ് യൂണിവേഴ്സിന് നിങ്ങളോട് ഇപ്പോൾ പറയാനായിട്ടുള്ളത്.
ഓക്കെ. ഇവിടെ നിങ്ങളോട് എന്താ പറയണേന്ന് വെച്ചാല് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം, ഓക്കെ, വളരെ ഡെപ്തിലുള്ള ഒരു മാറ്റം സംഭവിക്കേണ്ടതുണ്ട്. അതിൻ്റെതായ എല്ലാ എനർജിയും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ ആ മാറ്റം ഇപ്പൊ ഒരു ഭാഗത്തു നിന്ന് ചിലപ്പോൾ തുടങ്ങിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ ആ മാറ്റത്തിനെ റെസിസ്റ്റ് ചെയ്യാണ്. സർവ്വശക്തിയെടുത്ത് റെസിസ്റ്റ് ചെയ്യാന്ന് പറയില്ല, അത് നടക്കാൻ പാടില്ല എന്നുള്ള ആ ഒരു വാശിയോടെ അതിനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നു. അപ്പൊ ഈ ഒരു മാറ്റത്തിന്റെ ഭാഗമായിട്ട് ചില എനർജി, ചില ഊർജ്ജങ്ങളെ നിങ്ങൾ വിട്ടുകളയേണ്ടതുണ്ട്. അത് നിങ്ങൾ ഒട്ടും തയ്യാറല്ല. അപ്പൊ നിങ്ങളോട് എത്ര യൂണിവേഴ്സ് അത് മാറ്റാൻ പറഞ്ഞാലും, എത്ര അത് ചെയ്യാൻ പറഞ്ഞാലും നിങ്ങൾ സറണ്ടർ ആക്കാതെ നിങ്ങൾ ആ ഊർജ്ജത്തിനെ ഇങ്ങനെ മുറുകെ പിടിച്ച് അതിനെ ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്നുള്ള ഒരു വാശിയോടെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ടെൻഡൻസി നിങ്ങൾ ഉപേക്ഷിക്കണം. ആ ഏതൊക്കെ ഊർജ്ജങ്ങളാണോ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകുന്നത് അതിനെ പോകാൻ അനുവദിക്കുക. ഈ മാറ്റം സംഭവിക്കാൻ നിങ്ങൾ അനുവദിക്കുക. ഇതിന് നിങ്ങൾ തടസ്സം നിൽക്കാൻ പാടില്ല. ഈ മാറ്റം ഇപ്പൊ സംഭവിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് നിങ്ങൾക്ക് പോകെ പോകെ മനസ്സിലാവും. നിങ്ങൾ ഇവിടെ ഈ ഊർജ്ജങ്ങളെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ തന്നെയാണ് ജീവിതത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകേണ്ട നല്ല കാലത്തിനെയും എന്താ പറയാ വൈകിപ്പിക്കുന്നത്. അത് സംഭവിക്കേണ്ട എന്നാണെങ്കിൽ ഈ മാറ്റത്തിന് തടയാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടല്ലോ, സർവ്വശക്തി എടുത്ത് ഈ മാറ്റത്തിനെ നിങ്ങൾ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നത്, ഈ ഊർജ്ജങ്ങളെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നത്, ഈ പ്രവണത നിങ്ങൾ ഉപേക്ഷിക്കണം. എന്തൊക്കെയാണോ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകുന്നത് അതിനെ പോകാൻ അനുവദിക്കുക. അത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. ഓക്കെ, വിഷമം ഉണ്ടാകും, നിങ്ങൾക്ക് ഉറപ്പായിട്ട് വിഷമം ഉണ്ടാകും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കും, പിന്നാലെ നിങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങളിൽ അതൊരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരും. നിങ്ങൾ പാഠങ്ങൾ പഠിക്കും. നിങ്ങൾക്ക് വൈകാതെ മനസ്സിലാവും, ഓക്കെ, ആ ഊർജ്ജങ്ങൾ എന്നെ വിട്ടുപോയത് നന്നായി, അതുകൊണ്ടാണ് എനിക്ക് ഇത്തരത്തിലുള്ള വളരെ ഗംഭീരമായ ഒരു മാറ്റം എന്നിൽ സംഭവിച്ചത്, എന്നിലൊരു വളർച്ച ഉണ്ടായത് എന്നുള്ളത്. അത് വേണം, അത് സംഭവിക്കണം. ഓക്കെ, നമ്മൾ ഇന്നിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇന്നിൽ നമുക്ക് ഉള്ള കാര്യങ്ങളെ വെച്ചിട്ടാണ് ഭാവി ഇങ്ങനെ ആകും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത്. പക്ഷെ നമുക്കത് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. പക്ഷെ യൂണിവേഴ്സിന്റെ കഥ എന്താ? യൂണിവേഴ്സിന് നമ്മുടെ കഴിഞ്ഞു പോയ കാലം അറിയാം, ഇന്നും അറിയാം, ഇനി വരാനിരിക്കുന്നതും അറിയാം. അപ്പൊ നമ്മളിപ്പോ ഈ മുറുകെ പിടിക്കുന്ന ഈ ഊർജ്ജങ്ങൾ, ഓക്കെ, നിങ്ങളിപ്പോ ഈ മുറുകെ പിടിച്ചിട്ടുള്ള ഊർജ്ജങ്ങൾ ഭാവിയിൽ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുപോകും, മുന്നോട്ടുള്ള ജീവിതത്തിൽ കൊണ്ടുപോയാൽ അത് ഭാവിയിൽ നിങ്ങളെ എങ്ങനെയൊക്കെ അത് ബാധിക്കും, എങ്ങനെയൊക്കെയാണ് അതിന്റെ എഫക്റ്റ് ഉണ്ടാവുക എന്നുള്ളതും കൃത്യമായി അറിയുന്നത് ആർക്കാ? യൂണിവേഴ്സിന്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ആ ഒരു യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കി എന്തെങ്കിലും ഉപേക്ഷിക്കാൻ യൂണിവേഴ്സ് പറയുമ്പോൾ അതിനെ ഉപേക്ഷിക്കാൻ നമ്മൾ തയ്യാറാണ്. ചോദ്യം ചെയ്യാതെ ആ ഒരു സമ്പൂർണ്ണ സമർപ്പണമാണ് യൂണിവേഴ്സ് അവിടെ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടില്ല. പകരം നിങ്ങൾക്ക് ഒരുപാട്, നിങ്ങൾ പ്രതീക്ഷിച്ചതിനും കൂടുതൽ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. ഓക്കെ, നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ഇപ്പൊ ഇതിലാണ്. ഉപേക്ഷിക്കാൻ പറയുന്നതിന് ഉപേക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാകണം. അതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആകുന്നതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന പുതിയ ഊർജ്ജങ്ങളെ സ്വീകരിക്കാനുള്ള ആ ഒരു സ്പേസ്, ഓക്കെ, രണ്ട് കഴിഞ്ഞിട്ട് സ്വീകരിക്കാനുള്ള ഒരു മനസ്സുണ്ടാവണം. അതിനെ സ്വീകരിക്കണം. എന്ത് ആക്ഷൻ ആണോ അതിന്റെ ഭാഗമായി എടുക്കേണ്ടത് അത് എടുക്കുകയും വേണം. എന്തുകൊണ്ട് ഇത് ചെയ്യാൻ പറയുന്നു എന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് മാറ്റങ്ങളെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കരുത്, ആ മാറ്റങ്ങളെ ഉൾക്കൊള്ളുക, എന്തൊക്കെ ഉപേക്ഷിക്കണമോ അതിനെ ഉപേക്ഷിക്കുക, കൊണ്ടുപോകേണ്ടത്, അതായത് പുതിയ ഊർജ്ജങ്ങളെ സ്വീകരിക്കാൻ മുന്നോട്ട് പോകുക. എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യങ്ങൾ യൂണിവേഴ്സ് ആവശ്യപ്പെടുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതം കൂടുതൽ ആസ്വാദ്യകരമാകണമെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ സന്തോഷം ഉണ്ടാകണമെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ കുറേയും കൂടെ ഒരു സമാധാനം നിറഞ്ഞ സമയം ഉണ്ടാകണമെങ്കിൽ ഈ പറഞ്ഞ ട്രാൻസ്ഫോർമേഷൻ കൂടിയേ തീരൂ. ഈ പറഞ്ഞ ചില ഊർജ്ജങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോയേ തീരൂ. പുതിയ ചില ഊർജ്ജങ്ങൾ വന്നേ തീരൂ. ഓക്കെ, നിങ്ങളുടെ ഗ്രോത്ത് മാത്രമല്ല, നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുന്നതിനും നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നതിനും നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, എന്താണ് നിങ്ങൾക്ക് കൂടുതൽ സംതൃപ്തി നൽകുക, ഓരോ സാഹചര്യത്തിലും നിങ്ങൾക്ക് എന്ത് വേണം, എന്താണ് നിങ്ങൾക്ക് സംതൃപ്തി നൽകുന്നത്, നിങ്ങൾ എന്താണ് അർഹിക്കുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ ഒരു ബോധ്യം ഉണ്ടാകാനും ഈ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കണം. അപ്പോഴാണ് നിങ്ങൾ നിങ്ങളെ കുറിച്ച് കൂടുതൽ അറിയുക. അപ്പോഴാണ് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങുക. ആ ഒരു സെൽഫ് ലവ് ജേർണിയിലേക്ക് നിങ്ങൾ എത്തിക്കുകയാണ്. ആ സെൽഫ് ലവ് ജേർണിയിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ അതൊരു ഹെൽത്തി എനർജിയാണ്. അവിടെ നിങ്ങൾ ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ ഒരു എനർജിയിലായിരിക്കും നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും. ഒരുപാട് നല്ല കാര്യങ്ങൾ. ഇവൺ നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടിനടക്കം നിങ്ങൾക്ക് അതിലൂടെ അട്രാക്ട് ചെയ്യാൻ പറ്റും. ഡെഫിനറ്റ്ലി. ഓക്കെ, പക്ഷെ അത് നിങ്ങൾ ചെയ്യണമല്ലോ. ഈ പറയുന്ന ഊർജ്ജങ്ങൾ വിട്ടുകളയും വേണം, പുതിയ ഊർജ്ജങ്ങൾ സ്വീകരിക്കുകയും വേണം. യൂണിവേഴ്സ് കാണിച്ചു തരുന്ന വഴിയിലൂടെ, അത് നിങ്ങൾക്ക് വ്യക്തമല്ല, മുന്നോട്ടുള്ള പാത വ്യക്തമല്ലെങ്കിൽ യൂണിവേഴ്സ് കാണിച്ചു തരുന്ന വഴിയിലൂടെ അങ്ങനെ പോവുക. യൂണിവേഴ്സിനെ വിശ്വസിച്ച് പോകണം. അപ്പോഴേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കും. അതുകൊണ്ടാണ് യൂണിവേഴ്സ് പറയുന്നത് ഈ മാറ്റത്തെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കരുത്,
പുതിയ ഊർജ്ജങ്ങളെ സ്വീകരിക്കുക, വിട്ടുകളയാൻ പറയുന്നതിന് വിട്ടുകളയുക, സമ്പൂർണ്ണമായിട്ട് യൂണിവേഴ്സിനെ സമർപ്പിക്കുക. ഈ മാറ്റം നിങ്ങൾക്ക് അനിവാര്യമാണ് എന്ന് യൂണിവേഴ്സ് പറയുന്നതിന്റെ കാരണം ഇതാണ്. ഓക്കെ, ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് മൈ ഡിയർ ഗ്രൂപ്പ് 2. ഈ റീഡിംഗിലൂടെ നിങ്ങൾ ആഗ്രഹിച്ചൊരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ഈ ഒരു വിഷയത്തിൽ ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോ സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് സെക്ഷനിൽ അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമന്റ്സിലും കൊടുത്തിട്ടുണ്ട്. മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു.